ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं तथापि स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सकगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं
ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാനിധാം ച ഹേ കരുണാ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത കാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപേക്ഷ കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംക്രയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗമ്യവാണി പ്രചാരിണേ നിർവിശേഷാ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ
Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്ന് നമ്മുടെ ഭഗവത്ഗീത എല്ലാ ഞായറാഴ്ചയും ഭാഗവതം, ഈശോപനിഷത്ത്, പിന്നെന്തൊക്കെ പ്രഭു, ഉപദേശാമൃതം, മുകുന്ദമാല സ്തോത്രം, അങ്ങനെ ഈ ബുക്കുകളെല്ലാം നമ്മൾ ഓരോ ഞായറാഴ്ചയും നമ്മുടെ ദീക്ഷ എടുത്തിട്ടുള്ള മാതാജിമാരും പ്രഭുക്കന്മാരും മാറി 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 എടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു അല്ലേ? വർഷങ്ങൾ കഴിഞ്ഞു. ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളിൽ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് അല്ലേ? അതാണ് ഇതിൻ്റെ കാതലായ കാര്യം. നമ്മൾ ഭഗവത്ഗീത ക്ലാസ്, ഭാഗവതം ക്ലാസ്, നേരത്തെ പറഞ്ഞിട്ടുള്ള വൈദിക ഗ്രന്ഥങ്ങളിലുള്ള ക്ലാസ്സുകൾ കേട്ട് 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 നമ്മുടെ ചെവി അങ്ങോട്ട് തളമ്പിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ ചെവിയിൽ അങ്ങോട്ട് കേട്ട് കേട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങി ചെന്ന് നമ്മളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അതെന്താണ്? ദേഷ്യം കുറഞ്ഞു. പിന്നെ ഓരോരുത്തർക്കുള്ള അനുഭവങ്ങളൊന്നും വേഗം വേഗം പറയും. എന്താ പ്രിയമാതിരി? കൃഷ്ണപ്രേമം കൂടി. പിന്നെ എന്തൊക്കെയാണ് ശശിപ്രഭു? നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓരോ ഞായറാഴ്ചയും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ വിട്ടെറിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നത്. ശാരീരികമായ വേദനകളും അതുപോലെ തന്നെ എല്ലാ വേദനകളും മറന്ന് വേഗം നമ്മൾ ഓടിയെത്തണം ഭഗവാന്റെ അടുത്ത് അല്ലേ? ഭഗവാന് ആ അമൃതം, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ ഓടിയെത്താണ്. ആ ഓടിയെത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റം, രൂപത്തിൽ എന്തെല്ലാം മാറ്റം, എന്തൊക്കെ മാറ്റം? ഞാൻ ആദ്യം കോപിഷ്ഠനായിരുന്നു. കണ്ടാലും പെട്ടെന്ന് കോപിക്കും. ആ കോപൊക്കെ പോയി. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മളിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ അതിന്റെ ആവർത്തനമാണ് ദേശശാന്ത് പ്രഭു. ഞാനേ പണ്ട് ഈച്ചയെ പോലെയായിരുന്നു. ഈച്ച എല്ലാവർക്കും പറഞ്ഞിടന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പേനായി എനിക്കൊന്നുണ്ട് ഭൗതികമായിട്ടുള്ള എന്ത് നശിച്ചാലും ഒരു പേടിയില്ലേ? ആദ്യം എന്തെങ്കിലും പോകുമ്പോ വിശ്വാസം പോയി എന്ന് തോന്നും. അപ്പൊ അങ്ങനെയല്ല, എന്തെങ്കിലും സംഭവിച്ചോട്ടെ, അങ്ങനെ ഒരു വിചാരമായി. അപ്പോ നമ്മള് ഇതുപോലെ തന്നെ ഓരോരുത്തർക്കും നമുക്ക് ഉണ്ടാവും അല്ലെ? പുതിയതായിട്ട് വരുന്ന നമ്മൾ ഓരോ ഭക്തന്മാർക്കും ഓരോ ജീവാത്മാവിനും വലിയ തോതിലുള്ള ക്രമാനുഗതമായ മാറ്റം അല്ലേ? പെട്ടെന്ന് വന്നപ്പോൾ തന്നെ 16 മാല ജപിച്ചു, ബംഗ്ലാവ് പോലത്തെ വീട്, ഇല്ലെങ്കിൽ മറ്റ് സൗകര്യം, അതല്ല, ഭൗതികമായ സൗകര്യങ്ങളല്ല. ആധ്യാത്മികമായി നമ്മുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കാൻ ആവശ്യമായ എന്ത് ചൈതന്യമാണ് ഈ വൈദിക ഗ്രന്ഥങ്ങൾ കേൾക്കുക വഴി, അത് നമ്മളിൽ ഉള്ളിൽ ചെല്ലുക വഴി നമ്മളിലുണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലേ? നന്നായി സേവ ചെയ്യുക, ആ മനോഭാവം അല്ലേ? നമ്മുടെ മനോഭാവത്തിലാണ് മാറ്റം വരിക അല്ലേ? ഈ കാര്യങ്ങളെല്ലാം കേൾക്കണോ, സേവ ചെയ്യണോ, ഭഗവാന്റെ അടുത്തേക്ക് എത്തണോ, കൂടുതൽ ഭഗവാനായിട്ട് നമ്മൾ ഇരുന്ന് നാമം ജപിക്കുന്നു. ഇപ്പം നമ്മളെല്ലാവരും ഇരുന്നിങ്ങനെ നാമം ജപിക്കും, ഉറക്കെ ഭഗവാനെ വിളിക്കുകയാണ് നമ്മളല്ലേ? അപ്പോൾ ഭഗവാൻ അങ്ങനെ ഉറക്കെ വിളിക്കും തോറും ഭഗവാൻ എവിടേക്കെത്തും പറന്നെത്തും അല്ലേ? അപ്പം ഭഗവാന് അങ്ങനെ എത്താൻ കഴിയുന്ന ഈ ഈശോപനിഷത്തിലെ ഈ
8ാം മന്ത്രം പറയുന്നത് ഭഗവാന് ഒരു ജീവാത്മാത്തിനേക്കാൾ കൂടുതലായിട്ട് ആ ശബ്ദം, ആ മന്ത്രോച്ചാരണം, അത് അത്രയും ദിവ്യമായ മന്ത്രോച്ചാരണം കേൾക്കുമ്പോൾ ഭഗവാൻ എവിടെയാണോ ഇരിക്കുന്നത്, വൈകുണ്ഠത്തിലാണോ ഇല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലാണോ, ഭഗവാൻ എവിടെ ഇരിക്കാലോ അല്ലേ? അതുകൊണ്ടാണല്ലോ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കാനേ പറ്റുള്ളൂ, വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഇല്ല. പക്ഷെ നമ്മുടെ മനസ്സ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും. പക്ഷെ ഭഗവാൻ എവിടേക്കാണോ ഇത്രയധികം കാര്യം, ഇപ്പം നമ്മുടെ സത്സംഗത്തിൽ ഭഗവാൻ വരാൻ തോന്നി ഇവിടെ വരും, ഇവിടെ തൂടിലും തുരുമ്പലും ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ വരും. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെ നമ്മുടെ മക്കൾ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയുള്ള ആളുകൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ഓരോ ചലനങ്ങൾ, ഇല്ലേ? അപ്പോൾ ആ ചലനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ഈ പ്രപഞ്ചത്തിൽ വലിയ തോതിലുള്ള മാറ്റമാണ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദര് ഈ ഹരേ കൃഷ്ണ ഇസ്കോൺ പ്രസ്ഥാനം കൊണ്ട് ലോകമെമ്പാടും ഉണ്ടായി. ആ പറഞ്ഞു. ഞാനങ്ങ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇസ്കോണിൽ കണ്ടു. അങ്ങനെ എനിക്ക് പരിചയമൊന്നുമില്ല. നിങ്ങളാണെന്ന് പറഞ്ഞാൽ എനിക്ക് അന്വേഷിച്ചു കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആരോഗ്യ ശ്രീകൃഷ്ണ അധികാരമില്ല, ശ്രീകൃഷ്ണ സംസാരമുണ്ട്. അവിടെ ഞങ്ങൾ ദൈവം സംസാരിച്ചു. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? അവിടെ പ്രഭു അതെ അതെ ഞങ്ങൾ അമ്മയ്ക്കിപ്പോൾ സംസാരിച്ചു. കുറച്ച് ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ പോലും ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ രണ്ടാണെങ്കിൽ പോലും കൊണ്ടുപോകാം. 2 പ്രാവശ്യം ഇവിടെ വരിക. ഇവിടെ ക്ലാസ് എടുക്കണം. അത് നാമജപം നല്ല കാര്യം. അപ്പോൾ ഇത് ശ്രീലപ്രഭുപാദര് ലോകമെമ്പാടും ഇത് വ്യാപിപ്പിച്ചു. അപ്പോൾ ലോകമെമ്പാടും വ്യാപിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും, അല്ലേ? ഒരു നന്മയോട് കൂടിയുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. ആ പ്രതിബന്ധങ്ങളെയെല്ലാം ശ്രീലപ്രഭുപാദ് പൂർണ്ണ ശരണാഗതി തൻ്റെ ഗുരുവിനും ഭഗവാനും അർപ്പിച്ചിട്ടാണ്. അപ്പോൾ ഭക്തി എന്നുള്ള ഈ വിഷയത്തിൽ ഭഗവത്ഗീതയിലും എന്തായാലും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനോഭാവത്തിൽ പൂർണ്ണമായിട്ടുള്ള ഭഗവത് ശരണാഗതിയാണ് വേണ്ടത്, അല്ലേ? പൂർണ്ണമായിട്ടുള്ള ശരണാഗതി. ആ ശരണാഗതി ഉള്ളിടത്തോളം കാലം നമ്മളിൽ എന്ത് വരും? സ്വാഭാവികമായിട്ടുള്ള വിനയം, അനുകമ്പ, ദയ, കാരുണ്യം തുടങ്ങിയിട്ടുള്ള നല്ല നല്ല ഗുണങ്ങൾ കയറി വരും എന്നാണ് പറയുന്നത്. യെസ്. അപ്പോൾ നമുക്ക് മന്ത്രം 8ലേക്ക് വരാം. മന്ത്രം 8 മംഗളമാതാജി ഒന്ന് വായിക്കും. മംഗളം 8 എല്ലാവരും ബുക്ക് ഇല്ലാത്തവരും ബുക്ക് വേണമെങ്കിൽ തരാൻ ടൈപ്പില്ല, ഇല്ല ഓർഡർ പറഞ്ഞാൽ നമുക്ക് എത്തിക്കാം. ഉറക്കെ വായിച്ചു. സപര്യഘാശുക്രം അകായം അംഗണം അസ്നാവിരം ശുദ്ധം അപാഭവിദ്ധം കവിർമനീഷി പരിഭോ സ്വയംഭൂ. വായിച്ചു വായിച്ചു ഉറക്കെ വായിക്കും. സപര്യഗ്രാചുക്രം അകായം അവ്രണം അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം കവിർമനീഷി പരിഭൂ സ്വയംഭൂ യഥാ തദ്യദോർത്താൻ മൃദദാചാശ്വദീപ്യ സമാഭ്യാം. കുറച്ച് പണിയുണ്ട് വായിക്കും. ഏറ്റു പറയൂ. സപര്യഗ്രാചുക്രം അകായം അവ്രണം അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം കവിർമനീഷി പരിഭൂ സ്വയംഭൂ യഥാത്യതോ അർത്ഥാൻ വേദാച
അശ്വതീഭ്യ അശ്വതീഭ്യ സമാഭ്യ സമാഭ്യ. ഞാൻ ആരോ വായിക്കണേ? വായിക്കണ്ട ആരെങ്കിലും? ഈ സാൻസ്ക്രിറ്റ് ശ്ലോകം വായിക്കണം നല്ലതാണ്. വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ റെസിസ്റ്റൻസ് പവറൊക്കെ വർദ്ധിക്കുന്നത്. എല്ലാവരും വായിച്ചാൽ നല്ലത്. വായിക്കും വായിക്കും. നാരായണ പ്രഭു വായിക്കണേ? വായിക്കില്ല. ഇനി ആർക്കത്തിലേക്ക് കിടക്കണം. വായിക്കാൻ പറ്റുന്നവർക്ക് വായിച്ചോളൂ. എന്താ വെച്ചാൽ ഇന്നലെ ഒരു ക്ലാസ് ഞങ്ങൾ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അതിൽ സാൻസ്ക്രിറ്റിനെ കുറിച്ച് പറഞ്ഞു. സാൻസ്ക്രിറ്റ് ശ്ലോകാസ് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളുടെ തന്നെയാണ്. ഭഗവാൻ ദേവനാഗരി ലിപിയാണ്. അത് മുഴുവൻ ഭക്തി തന്നെയാണ് സംസ്കൃതം. അപ്പൊ സംസ്കൃതം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സുഖം ലഭിക്കുന്നത്. അപ്പൊ സംസ്കൃതം വായിക്കുന്നത് വളരെ നല്ലത്. വൈകുണ്ഠത്തിലെ ഭാഷയാണെന്ന് സംസ്കൃതം, പിന്നെന്തോ ഒരു ബംഗാളി, തമിഴ് 3 ഭാഷയാണ് വൈകുണ്ഠത്തിൽ യൂസ് ചെയ്യുന്ന ഭാഷ. തമിഴ് വൈകുണ്ഠത്തിൽ തമിഴ് യൂസ് ചെയ്യും. എനിക്ക് പോയപ്പോ നമ്മുടെ മലയാളം എന്തായാലും ഇല്ല. തമിഴ്, ബംഗാളി, വ്രജഭാഷ അല്ലെ സാൻസ്ക്രിറ്റ്. അപ്പൊ നമ്മൾ അർത്ഥത്തിലേക്ക് കിടക്കാം അല്ലേ? ആ എന്നാ വായിക്കും. അകായം ഔവ്രണം അസ്നാവിരം ശുദ്ധമപാവവിദ്ധം കവിർമനീഷി പരിഭൂ സ്വയംഭൂ യഥാ പതിത്തോ സാൻ വ്രതദാശ്വദീഭ്യ സമാഭ്യ. ഇത് വായിക്കണ്ടോ? കുഴപ്പമില്ല. തമിഴ് കേൾക്കുള്ളൂ. അങ്ങനെ കുറച്ച് മന്ത്രം 8. ആ കറക്റ്റ്. അസ്നാവിധം ശുദ്ധം അഭാവവിധം കവി മനീഷി പരിഭൂ യഥാർത്ഥ്യത അർത്ഥാൻ വിദ്യാ ശാശ്വത്യ സമാപ്യ. കഴിഞ്ഞു. കവർമനീഷി പരിധു സ്വയംഭൂ യഥാവൃതോ അഭ്യർത്ഥാൻ ഒരു പ്രാവശ്യം എല്ലാവരും ഏറ്റുവായിച്ചാൽ എല്ലാവരും വായിച്ച പോലെ ശുക്രം അകായം അവ്രണം അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം കവി മനീഷി പരിഭൂ സ്വയംഭൂ യഥാ തദ്യഥാ അർത്ഥാൻ വ്യദഗാദ് ശാശ്വതീഭ്യ സമാഭ്യഃ. ഞാൻ അതിന്റെ അർത്ഥം വായിക്കാം. ആ വ്യക്തി പര്യാഗാത് വസ്തുജ്ഞാനം നേടണം. ശുക്രം സർവശക്തൻ അകായം ശരീരമല്ലാത്ത ആവരണം ദോഷരഹിതം അസ്നാവിധം സിരകളില്ലാത്ത ശുദ്ധം പരിശുദ്ധം അപാപവിധം പാപരഹിതം കവി സർവജ്ഞൻ
സർവജ്ഞൻ മനീഷി മനീഷി തത്വജ്ഞാനി തത്വജ്ഞാനി പരിഭൂ പരിഭൂ അത്യുന്നതൻ അത്യുന്നതൻ സ്വയംഭൂ സ്വയംഭൂ സ്വയം പര്യാപ്തൻ സ്വയം പര്യാപ്തൻ യഥാ തദ്യഥ യഥാ തഥാ മയാ അർത്ഥാൻ അഭികാമ്യങ്ങൾ അഭികാമ്യങ്ങൾ വൃദ്ധാത് നൽകുന്നു ശാശ്വതീഭ്യ അനശ്വരമായ അനശ്വരമായ സമാഭ്യഃ സമാഭ്യഃ സമയം സമയം. ഞാൻ അതിന്റെ വിവർത്തനമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തി ശരീരമില്ലാത്തവനും ശരീരമില്ലാത്തവനും സർവജ്ഞനും സർവജ്ഞനും ദോഷരഹിതനും ദോഷരഹിതനും സ്ഥിരകളില്ലാത്തവനും സ്ഥിരകളില്ലാത്തവനും പാപരഹിതനും പാപരഹിതനും സ്വയം സമ്പൂർണനും സ്വയം സമ്പൂർണനും തത്വജ്ഞാനിയും തത്വജ്ഞാനിയും അനാദികാലം മുതൽ അനാദികാലം മുതൽ മുതൽക്കു തന്നെ മുതൽക്കു തന്നെ എല്ലാവരുടെയും അഭീഷ്ടങ്ങൾ അഭീഷ്ടങ്ങൾ നിറവേറ്റുന്നവനുമായ സർവശക്തനെ സർവശക്തനെ വസ്തുതാപരമായി തന്നെ വസ്തുതാപരമായി ഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇനി അതിന്റെ ഭാവാർത്ഥാണ്. അങ്ങനെയുള്ള ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാ? സർവശക്തനാണ് ഭഗവാൻ ഭഗവാൻ. ആരാത്? കൃഷ്ണൻ. മറ്റൊരു പേരുകളും പറയുമ്പോൾ പരമദിവ്യോത്തമ പുരുഷൻ. ആള് സർവശക്തനാണ് അല്ലേ? നമുക്കിപ്പോ ഒരാളെ നമുക്ക് ഇടിച്ചു വീഴ്ത്തിക്കാൻ പറ്റും അല്ലേ? ഇനി രണ്ടാളിനെ ഏറി വന്നു, അതിനപ്പുറം നമുക്ക് പറ്റുമോ? അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സർവശക്തൻ എന്ന് പറയാൻ പറ്റും? നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ? നമുക്കൊരു നിശ്ചിത ശക്തിയുള്ളൂ. ആ ശക്തി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും അത് പോവും അല്ലേ? പിന്നെ നമ്മൾ തളർന്നിരിക്കും, കിതയ്ക്കുന്നു എന്ന് പറയും. പക്ഷെ ഭഗവാൻ അങ്ങനെ വല്ല കിതപ്പുണ്ടോ? അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുന്നത്. നമുക്ക് മനുഷ്യരായതുകൊണ്ട്, ജീവാത്മാക്കളായതുകൊണ്ട്, ഇപ്പൊ മാതാജി ഇങ്ങോട്ട് കയറി വരുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കിയപ്പോൾ മാതാജി കിതയ്ക്കണം. ഭഗവാൻ എത്രയോ സ്റ്റെപ്പുകൾ വെച്ചിട്ട് കിതയ്ക്കുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഭഗവാന് പരമദിവ്യോത്തമ പുരുഷൻ എന്ന്. അടുത്തത് ഞാൻ അതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നത്. ഭാവാർത്ഥം എഴുതിയത് ആരാണ്? ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദ്. ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദ്ക്ക് അത്രയും. ഇനി പ്രഭുപാദ് ആ ഭാവാർത്ഥത്തിലൂടെ എന്താണ് ഭഗവാൻ പറഞ്ഞ കാര്യം ശീലപ്രഭുപാദിൽ നമുക്ക് വിവരിച്ചു തരാണ്. ശ്രദ്ധയോടുകൂടി എല്ലാവരും ഇരിക്കുക. പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയവും ശാശ്വതവുമായ രൂപത്തിന്റെ വിവരണം ഇവിടെ നൽകുന്നു അല്ലേ? ഭഗവാന്റെ ആ രൂപം നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടിട്ടില്ലേ? കാണാത്തവരാരെങ്കിലും ഉണ്ടാകും? ഭഗവാന്റെ രൂപം നാനാവിധ രൂപത്തിൽ കണ്ടവരുണ്ടാവും അല്ലേ? ഇപ്പൊ കംസനെ കൊല്ലുമ്പോൾ അത് വേറൊരു ഭഗവാന്റെ ആ മുഖഭാവം ഇതൊക്കെ അല്ലേ? ഒരു വേറൊരു രൂപമായിരിക്കും. ഇപ്പം നമ്മൾ വൃന്ദാവനത്തിന് പോയപ്പോൾ കംസനെ ഭഗവാൻ വന്ന് ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇടിച്ച് ആക്കണ ആ രൂപം ഭഗവാന്റെ കാണുമ്പോൾ വേറൊരു രൂപത്തിൽ നമുക്ക് കാണാം. വേറൊരു രൂപം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം ഇല്ലാത്ത ഒരാളാണ് ഭഗവാൻ എന്ന് ആരാണ് പറയുന്നത്? അദ്വൈതവാദികളും നിരീശ്വരവാദികളും നിരാകാരവാദികളും തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഭഗവാന് രൂപമില്ല. അപ്പൊ ഭഗവാന് രൂപമുണ്ട്. അത് ഏതിലാണ് പറയുന്നത്? അത് ഈശോപനിഷത്ത് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് പറയുന്നുണ്ട് ഇല്ലേ? ബ്രഹ്മാവ് നന്നായി വർണ്ണിക്കുന്നുണ്ട്. എന്താണ്? ഈശ്വരനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈശ്വരനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ, സത് ചിത് ആനന്ദം അല്ലേ? ആ ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള സന്തോഷം, ആനന്ദമാണ് നമുക്ക് അല്ലേ? അത് തരുന്നത് ആരാ? അത് ഭഗവാന് മാത്രമേ നമുക്ക് തരാൻ പറ്റൂ. വേറെ ആർക്കും നമുക്ക് തരാൻ പറ്റില്ല. വേറെ ആര് വിചാരിച്ചാലും നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. ബാക്കി ആര് വിചാരിച്ചാലും സന്തോഷിപ്പിക്കാൻ പറ്റും, അത് കുറച്ച് നേരം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓരോ ജീവാത്മാക്കളെയും സന്തോഷിപ്പിച്ച് സന്തോഷത്തോടുകൂടി ഭഗവാന്റെ മക്കളെന്ന രീതിയിൽ കരുണാമയനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ എല്ലാവരെയും അതുപോലെയാണ് നോക്കി വളർത്തി തലോടി സന്തോഷിപ്പിച്ചു വരുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഭഗവാന്റെ പൂർണ്ണ ശരണാഗതി
പ്രാപിക്കണം എന്ന് ഓരോ ജീവാത്മാക്കളോടും പറയുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ നിരാകാരവാദികൾ, അതുപോലെ തന്നെ നിരീശ്വരവാദികൾ, അതുപോലെ മായാവാദികൾ തുടങ്ങിയുള്ള ആളുകൾ ഈ രൂപത്തെ ഇല്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ചു. ആ അവതരിച്ചത് ഈ നേരത്തെ പറഞ്ഞ ഈശോപനിഷത്തിൽ പറയുന്നു, ഈ ഗണത്തിൽപ്പെടുന്ന ആളുകൾ പറയുന്നു അങ്ങനെ ഭഗവാൻ ഒരു മനുഷ്യരൂപം അല്ലേ. അപ്പൊ ആ ഭഗവാന്റെ മനുഷ്യരൂപത്തെക്കുറിച്ച് അവര് അത്രയൊന്നും അവര് പറയുന്നില്ല. കാരണം അതില്ല എന്നാണ് പറഞ്ഞത്. അതെല്ലാം ചില മിത്തുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സാങ്കല്പിക കഥയിലെ ഒരു സാഹസിക കഥാപാത്രമായിട്ടാണ് ഭഗവാനെ അവര് അവതരിപ്പിക്കുന്നത്. തത്സമയം ഒരു ഭക്തനെ സംബന്ധിച്ച് ഭഗവാന്റെ എല്ലാ ലീലകളും അല്ലേ, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഇതിൽ പറയുന്നു, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചു. ആ ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് ഭഗവാന്റെ അമ്മയും അച്ഛനുമായ ആരാണ്? വസുദേവരും ദേവകിയുടെയും പുത്രനായിട്ട് ഭഗവാൻ ജയിലിൽ അവർക്ക് രൂപം കാണിച്ചു കൊടുക്കുന്നത് ഏതാണ്? 4 കൈയില്ല, ചതുർഭുജധാരിയായിട്ട്. അപ്പൊ ഭഗവാന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ശംഖചക്ര ഗദാപത്മധാരിയായിട്ടാണ് ഭഗവാൻ 1000 സൂര്യ തേജസ്സോടുകൂടി തൻ്റെ അമ്മയ്ക്കും അച്ഛനും ആ മകന്റെ രൂപം കാണിച്ചു കൊടുക്കണം അല്ലേ. അവരപ്പോൾ ആ രൂപം എന്താണ് അവർ കാണുന്നത്? ഭഗവാൻ എന്നുള്ള രൂപത്തിലെ കാണുന്നത്. തത്സമയം കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഭഗവാൻ ഉണ്ണിയുടെ രൂപം കൈകൊണ്ട് അമ്മയുടെ അടുത്ത് ഇരിക്കുന്ന രൂപം അല്ലേ. അപ്പൊ ഭഗവാന് രൂപങ്ങളെല്ലാം തൽക്ഷണം മാറ്റി മറയ്ക്കാൻ പറ്റും ഇല്ലേ. കുട്ടിയായിരിക്കും. ഇനി ഭഗവാൻ സർവശക്തനാണ് എന്ന് പറയുന്നത് എങ്ങനെ സ്ഥാപിക്കാം? ഇതിൽ പറയുന്നത് ആചാര്യന്മാർ പറയുന്നത്, ഈ കുട്ടി ശൈശവദശയിൽ അല്ലേ, കുട്ടി ആയിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ വധിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി കംസൻ അദ്ദേഹത്തിന്റെ ചാരന്മാരെ വിടാണ് അല്ലേ, അദ്ദേഹത്തിന്റെ ചാരന്മാരെ വിടാണ്. അപ്പോൾ ആ കംസൻ വിടുന്ന ശകടാസുരൻ, ബകാസുരൻ, അതുപോലെ തന്നെ പൂതന, ഇത്തരത്തിലുള്ള അസുരഗണത്തിൽപ്പെടുന്ന ആളുകളും എല്ലാം തന്നെ ഭഗവാന്റെ വ്യക്തി സ്വരൂപത്തെയും ഭഗവാനെയും അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലേ. പക്ഷെ ഇവരെല്ലാം കംസൻ വിടണമെങ്കിൽ അവരെയെല്ലാം തോൽപ്പിച്ചാലാണ്. അവര് കംസൻ അവരെ യുദ്ധം ചെയ്ത് മല്ലയുദ്ധത്തിലോ മറ്റിതര യുദ്ധങ്ങളിലൂടെയോ അവരെ തോൽപ്പിച്ച് അവരെ വശത്താക്കിയാൽ മാത്രമാണ് അവര് പറഞ്ഞത് കംസൻ പറഞ്ഞ അനുസരിക്കണല്ലോ. അല്ലാണ്ട് നമ്മളോടത്തിനോട് പോയിട്ട് അനുസരിക്കാൻ പറഞ്ഞ അവൻ ചിലപ്പോൾ നമ്മളെ തല്ലു. അപ്പൊ അവരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ കംസൻ പറയുന്നത് എന്തായാലും അനുസരിക്കും. അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും പ്രബലരായിട്ടുള്ള ആളുകളെ, അസുരന്മാരെ കംസൻ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവരെ വരുതിയിൽ, കംസന്റെ വരുതിയിൽ അവരെ ആക്കി അവരെ എല്ലാം ഉപയോഗപ്പെടുത്തി കംസൻ ലാസ്റ്റ് വരാം നായകനായിട്ട്, നിങ്ങൾ പോയിട്ട് ആ കുട്ടിയെ കൊന്നിട്ട് വരൂ എന്ന് പറഞ്ഞ് പൂതനെ അടക്കം ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ശൈശവദശയിലാണെന്ന് ഓർക്കണമോ? അവിടെ ആചാര്യന്മാർ പറയുന്നു ഭഗവാന് സർവശക്ത സ്വരൂപിയായിട്ട് ആ അസുരന്മാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മുടെ മാതാജിയുടെ കുട്ടിയാണത് അല്ലേ. എത്ര വയസ്സായിട്ടുണ്ടാവും ആ കുട്ടി? 9 വയസ്സ്. അന്ന് ഇവരെയെല്ലാം യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമ്പോൾ ഭഗവാന്റെ വയസ്സ് എത്രയാണ്? ചെറിയ പ്രായത്തിലാണ്. അപ്പൊ ഈ ശകടാസുരൻ ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് ഒരു ചക്രങ്ങളായിട്ടുള്ള വണ്ടികളിൽ വന്ന് കുട്ടിയെ, ആ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ കൊല്ലാൻ വേണ്ടി ശകടാസുരൻ വന്നു. ആ ശകടാസുരന്റെ വണ്ടിയെ ഒരു ചെറിയ കുഞ്ഞ പൈതനായിട്ടുള്ള കുട്ടി ആ ഇളം കാലുകൊണ്ടുകൂടി റോസാപ്പൂ പോലത്തെ മിനുമിനുത്ത ആ കാലുകൊണ്ട് ഒരൊറ്റ തട്ട് തട്ട ഒഴുകി ശകടാസുരൻ ദേ പോകും. അവിടെ പറയുന്ന ആചാര്യന്മാര് പറയുന്നത് ഈ ഭഗവാന്റെ സർവശക്തിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആർക്ക് കീഴ്പ്പെടണം, അല്ലെങ്കിൽ ആര് പറയുന്നത് നമ്മൾ അനുസരിക്കണം? നമ്മുടെ ഗുരു പരമ്പരയും ഗുരുവും അല്ലേ. നമുക്ക് ഈ ജ്ഞാനം, വൈദിക ജ്ഞാനം നമുക്ക് പകർന്നു തരുന്നത് ഒരു ഗുരുവിൽ നിന്നാണ്. ആ ഗുരുവിൽ നിന്ന് ഗുരുപരമ്പര വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ശ്രീലപ്രഭുപാദര്
എപ്പോഴും പറയുന്നത് ഗുരുപരമ്പരയിൽ നിന്ന് വരുന്ന വൈദിക ആചാര്യന്മാരിൽ നിന്നും വൈഷ്ണവ ആചാര്യന്മാരിൽ നിന്നും ഭഗവാന്റെ കഥ കേൾക്കുക. ആ ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കൃഷ്ണബോധം ലഭിക്കേണ്ടത്. അല്ലെങ്കിലോ നമ്മൾ അവിദ്യയിൽ മായയിൽ ചെന്നുവിടുമെന്നാണ് ശ്രീലപ്രഭുപാദരെ പറയുന്നത്. അപ്പോൾ ഭഗവാന് രൂപമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടത് എങ്ങനെയാണ്? ഭഗവാന് രൂപമുണ്ട്, ആ രൂപം അതീന്ദ്രിയമാണ്. നമ്മുടെ രൂപം അതീന്ദ്രിയാണോ? ഭഗവാന്റെ രൂപം ശാശ്വതവുമാണ്. നമ്മുടെ രൂപം ശാശ്വതമാണോ? അല്ല. എത്ര വലിയ ആളായാലും ആ രൂപം അതീന്ദ്രിയമല്ല, ശാശ്വതമല്ല. കാരണം എന്താ? നമ്മൾ മരിച്ചാൽ ശാശ്വതമായിട്ട് കൊണ്ടിരിക്കാൻ പറ്റും? കൊണ്ടുപോയി കുഴിച്ചിട്ട് ഇല്ലെങ്കിൽ കത്തിച്ച് കളയും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഭഗവാന്റെ രൂപം അതീന്ദ്രിയ രൂപമാണ് എന്ന് പറയുന്നത്. എത്രയോ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവാൻ പേര് നയിക്കുന്ന സമയത്ത് ഭീഷ്മ പിതാമഹനും കർണനും ദ്രോണാചാര്യരും തുടങ്ങിയുള്ള കൗരവ പടയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ കൂരമ്പുകൾ എത്ര ഈ രഥത്തിലേക്ക് വന്ന് തറച്ചു. എന്തുകൊണ്ട് ഭഗവാനെ മാത്രം അവർക്ക് ചെയ്തോളൂ? തേരാളീനെ കൊന്നിട്ടോളൂ ഇല്ലേ? അവർ ചെയ്തില്ല. കാരണം എന്താ? അവര് അത്ര തന്നെ ഘോരമായ യുദ്ധം ചെയ്താലും ഭഗവാൻ സർവശക്തനാണ് എന്ന് കാണിക്കാൻ ആചാര്യന്മാർ. ഭഗവാനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല, സാധ്യമല്ല. ഭഗവാന്റെ ഒപ്പം ആരെയും നിർത്താൻ പറ്റുമോ? ഭഗവാന് സമമായിട്ട് തരുന്ന ആളുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഈ പ്രപഞ്ചത്തിൽ തന്നെ. അതുകൊണ്ടാണ് സർവശക്തനെന്നും പരമദിവ്യോത്തമ പുരുഷനെന്നും വൈദിക ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ഓരോ ജീവാത്മാക്കൾക്കും പറഞ്ഞ് മനസ്സിലാക്കി. അതിൽ പിന്നെ പറയുന്നത് ബ്രഹ്മസംഹിതയിൽ പറയുന്നു ഭഗവാനെ പറ്റി ഒരു വിവരണവും. അതിൽ അവിടെ നിന്ന് സച്ചിദാനന്ദ വിഗ്രഹനാണ് എന്ന് വിവരിക്കപ്പെടുന്നത്. അതായത് സത്, ചിത്, ആനന്ദം എന്നിവയെ പൂർണ്ണമായും പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഭഗവാന്റെ അതീന്ദ്രിയ ശരീരം നമ്മുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്ന് വൈദിക സാഹിത്യമാണ്. ശരിയല്ലേ? ഭഗവാന്റെ ശരീരവും ഭൗതിക ശരീരമല്ല ഭഗവാൻ. നമ്മുടെ എല്ലാം എന്താണ്? ഭൗതിക ശരീരമാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ ശരീരം. നമ്മൾ എവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു? പഞ്ചഭൂതങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. ഭഗവാന്റെ ശരീരമോ സത്ത്, ചിത്ത്, ആനന്ദമാണ്. അത് ഭൗതികമായ ഈ പദാർത്ഥങ്ങളെ കൊണ്ട്, മൂലകങ്ങളെ കൊണ്ട് രൂപപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു മിത്ത് പോലുള്ള ഒരു രൂപമല്ല ഭഗവാന്റെ രൂപം. അത് സത്ത്, ചിത്ത്, ആനന്ദത്തോടു കൂടിയുള്ള നിത്യമാണ്, ശാശ്വതമാണ്, അതീന്ദ്രിയമാണ്. ഇതാണ് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത്. ഈ കലിയുഗ കാലഘട്ടത്തിൽ ആളുകൾ നമ്മൾ ഈ വിവിധ ഇടങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോ ഭക്തരും അവരവരുടേതായിട്ടുള്ള ഓരോ ഇടങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളോട് ഇത്തരത്തിലുള്ള കുന്തമനയോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങൾ ഓരോരുത്തരും ചോദിക്കും. നിങ്ങളെന്താ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് നടക്കുന്നത് ഇല്ലേ? നിങ്ങൾ ഇത് കൂടുതൽ ഭക്തി മൂത്ത് പ്രാന്തായി പോയിരുന്നിട്ടാണ് നിങ്ങൾ കാണിക്കുന്ന ജപമാല ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊണ്ട് നടക്കുമ്പോൾ പൊതുവിൽ പബ്ലിക് പറയുന്നത് എന്താ? അത് ഭക്തി മൂത്ത് പ്രാന്തായി എന്ന് പറയും ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? നമുക്ക് തോന്നും ശരിയാണല്ലോ ഇപ്പോ ഇല്ലേ? കലിയുഗമായതുകൊണ്ട് നമുക്ക് തോന്നും. കാരണം എന്താ? നമ്മുടെ ബുദ്ധിയെ ഭ്രംശം വരുത്തി, നമ്മുടെ ചിന്താശേഷിയെ ഇല്ലാണ്ടാക്കി, ഭഗവാനും നമ്മളും ഒരേ രൂപമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തി നമ്മളെ ഇതിൽ നിന്നും ഇങ്ങനെ അടർത്തിയെടുക്കാന്ന് പറയുന്നു. നമ്മൾ ഇതിൽ നിന്നും അടർത്തിയെടുത്ത് കൊണ്ടുപോയാൽ എന്തുണ്ടാവും? ആ കനലിൽ, തീക്കട്ടയിൽ കനൽ നിൽക്കുമ്പോൾ ആ കനലിനൊരു ശോഭയുണ്ടാവും ഇല്ലേ? ശോഭന മാതാജി, ആ ശോഭ ഉണ്ടാവില്ലേ? ആ ശോഭന മാതാജി, ആ ശോഭ നഷ്ടപ്പെടാൻ പിന്നെ എങ്ങനെയാ? ഈ കനലിൽ നിന്ന്
നമ്മൾ തീ ഇങ്ങനെ കനലിൽ നിന്ന് ഒരു തീപ്പൊരി പോവില്ലേ, ആ പോകുന്ന കരികട്ടയാവുന്നത്, പിന്നെ അത് അങ്ങനെ ഇതായിട്ട് പോകും. അതുകൊണ്ടാണ് പറയുന്നത് എന്തു തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും മാതാജി, എന്തു തന്നെ നമുക്ക് ഈ ഭക്തിയുത സേവനത്തിൽ ഭഗവാന്റെ ഈ കാര്യങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും വരുമ്പോൾ തടസ്സം ഉണ്ടെങ്കിലും നമ്മൾ വരണം. അതാണ് പറയുന്നത്. ഇത് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നത്. എൻ്റെ ഭക്തൻ യാതൊരു തരത്തിലും അവൻ എന്തു വരില്ല, നാശം സംഭവിക്കില്ല. കാരണം എന്താ, അവൻ പൂർണ്ണമായിട്ട് എന്നെ ആശ്രയിക്കുകയാണ്. ഇന്ന് കൃഷ്ണന്, നാളെ സുബ്രഹ്മണ്യന്, മറ്റന്നാ ഹനുമാന്, അതിൻ്റെ പിറ്റന്ന മൂകാംബികാ ദേവിയെ, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഉപദേവതമാരെ, പരദേവതമാരെ, ഇവരൊക്കെ ഇങ്ങനെ തേടി തേടി അവൻ്റെ ഭൗതിക ആഗ്രഹങ്ങളിലേക്ക് പോകുന്നവരെ എനിക്ക് വേണ്ട. ഭഗവാൻ കൃത്യമായിട്ട് നിലപാടുള്ള ആളാണ്. ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ, കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നെ മാത്രം സർവധർമാൻ പരിത്യജ്യ മാമേഘം, അവള് പറയുന്നത് മാമേഘം ശരണം. എന്നെ മാത്രം നിങ്ങൾ ഭജിക്കുക. എന്നെ മാത്രം ഭജിച്ചാൽ അതിൽ പാലിൽ വെള്ളം ചേർക്കുന്ന പോലെ വെള്ളം ചേർക്കാതെ എന്നെ മാത്രം ഭജിച്ചാൽ ഞാൻ നിങ്ങളുടെ സർവ്വ കാര്യങ്ങളിലും എൻ്റെ ശ്രദ്ധയുണ്ടാവും, ഞാൻ രക്ഷിക്കും. അത് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഉത്തമമായിട്ടുള്ള എന്തുണ്ടാവണം, ദൃഢവിശ്വാസം ഉണ്ടാവണം. അതാണ് അർജുനനുള്ളത്. അർജുനൻ അതാണുള്ളത്. വില്ലാളി വീരനായിട്ടുള്ള അർജുനനെ ദേശം ആസകലം ഇങ്ങനെ ഭഗവാൻ പ്രകീർത്തിച്ചത് എന്തുകൊണ്ടാണ്? ഒരക്ഷരം ഭഗവാൻ പറഞ്ഞാൽ അത് അതേപടി അനുസരിക്കുന്ന പൂർണ്ണ ശരണാഗതി പ്രാപിച്ച ഒരാളാണ് അർജുനൻ. അങ്ങനെ അർജുനന്റെ മാതൃകയിലേക്ക് ഓരോ ജീവാത്മാക്കളോടും ഭഗവാനോട് പൂർണ്ണ ശരണാഗതി പ്രാപിക്കാനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഭൗതിക പ്രകൃതിക്ക് വിധേയരാണ്. ആണോ അല്ലേ? അല്ലേ? തത്സമയം ഭഗവാനോ അല്ല. ഭൗതിക പ്രകൃതിയെ നിയന്ത്രിക്കുന്ന നിയാധാവാണ് ആര്? നമ്മൾ ഭൗതിക പ്രകൃതിക്ക് വിധേയരാണ്. അതുകൊണ്ടാണ് ജീവാത്മാക്കളും പരമാത്മാവായിട്ടുള്ള ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ആചാര്യന്മാർ പറയുന്നത്. കാരണം ഇവിടെ ശുക്രം എന്ന പദം ഇവിടെ ഉപയോഗിച്ചു. ആ ശുക്രം എന്ന പദം ഉപയോഗിച്ച് സർവശക്തൻ എന്നാണ്. കാരണം മധുരയിലേക്ക് ബലരാമനും ഭഗവാനും കൂടി മധുരയിലേക്ക് കൃഷ്ണൻ അക്രൂരരുടെ ക്ഷണപ്രകാരം, കംസൻ പറഞ്ഞുവിടാനുള്ള അക്രൂരനെ മന്ത്രിയെ, അങ്ങനെ അവിടെ നിന്നും വൃന്ദാവനത്തിൽ നിന്നും ഗോപികാമാരും അതുപോലെ തുടങ്ങിയിട്ടുള്ള ഭഗവാന് ഇഷ്ടപ്പെട്ട പുൽക്കുടികൾ, ചരാചരങ്ങൾ, കീടങ്ങൾ, അങ്ങനെ തുടങ്ങിയുള്ള വന്യജീവികൾ, എല്ലാ മൃഗാദി തുടങ്ങിയിട്ടുള്ള ജീവികളെല്ലാം തന്നെ ഭഗവാന്റെ പാദസ്പർശമേറ്റ വൃന്ദാവന ഭൂമിയിൽ ഒരു മണൽത്തരി പോലും ഭഗവാനുമായിട്ടുള്ള ബന്ധം അത്രയും ഗാഢമായിട്ടുള്ള ബന്ധമാണ്. ഭഗവാന്റെ ഓടൽക്കുഴൽ വിളി നാദം കേൾക്കുന്നതോടുകൂടി ലക്ഷോപലക്ഷം ഈ പശുക്കളാണ്, മൈനകളാണ്, തത്തമ്മകളാണ്, മറ്റിതര ജീവജാലങ്ങളും ജീവികളുമാണ് ഓടിക്കൂടുന്നത് ഭഗവാന്റെ അടുത്തേക്ക്. കാരണം ഭഗവാന്റെ ആ മണം, ഓടക്കുഴലിന്റെ നാദത്തിന്റെ ആ ഗന്ധം അവർ മനസ്സിലാക്കുമ്പോൾ അവരൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് ഓടി ഓടി ഓടി. ആ ഭഗവാൻ ഞങ്ങളെ വിട്ട്, ഈ വൃന്ദാവനവാസികളെ വിട്ട് ഇവിടെ നിന്ന് ഭഗവാൻ മധുരയിലേക്ക് പോവുകയോ അക്രൂരരെ ഞങ്ങളിത് അനുവദിക്കില്ല എന്നാണ് ഗോപികമാരും ഭഗവാന്റെ ഉത്തമ സുഹൃത്തുക്കളും വാശി പിടിച്ച് കരഞ്ഞ് തലയ്ക്കടിച്ചും നെഞ്ചത്തടിച്ചും കരഞ്ഞും നിലവിളിച്ചും ആ രഥത്തിന്റെ ചക്രത്തിന്റെ അടിയിലേക്ക് ഞങ്ങൾ ഊടായിട്ട് ഞങ്ങളുടെ ഈ ശരീരത്തിന്റെ മേലെ കൂടെ നിങ്ങൾ കയറ്റി പോയിക്കോളൂ എന്ന് അവർ പറയുന്നത് ഭഗവാനോടുള്ള സ്നേഹം അത് കാണിച്ചു തരണം ആചാര്യന്മാർ. ഇങ്ങനെ ആയിരിക്കണം ശരണാഗതി എന്ന് അവർ പറഞ്ഞു തരണം. അപ്പോ അവിടെ നിന്നും കൊണ്ടുപോയി ഭഗവാൻ അങ്ങനെ അവരെ ആശ്വസിപ്പിച്ചിട്ട് ഭഗവാൻ മധുരയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കംസൻ, അതുപോലെ തന്നെ കംസന്റെ കിങ്കരന്മാരുണ്ടല്ലോ, അവരെല്ലാവരും ചേർന്ന് ഒരു മതയാനയായിട്ടുള്ള എന്താ പേര് അതിന്റെ കുവലയപീഠം, ആ ആനയ്ക്ക്
മയക്കമരുന്നെല്ലാം കൊടുത്ത് അതിൻ്റെ നിലവിലുള്ള ശക്തിയേക്കാൾ കൂടുതൽ 10 മടങ്ങ് ശക്തി ഉണ്ടാക്കുന്ന മയക്കമരുന്നെല്ലാം കൊടുത്ത് ഭഗവാനെ വരുന്ന വഴിയിൽ തന്നെ ആനയെ കൊണ്ട് കൊല്ലുക എന്നുള്ളതാണ് കംസന്റെ ലക്ഷ്യം. അതിനുവേണ്ടി കംസനാൽ നിയോഗിക്കപ്പെട്ട ആ മുൻനിരയിൽ നിൽക്കുന്ന ശരീരം കൊണ്ട് പേശിബലം കൊണ്ട് വലിയ യോദ്ധാക്കളായിട്ടുള്ള മല്ലയുദ്ധത്തിൽ വീരന്മാരായിട്ടുള്ള ആളുകൾ ഭഗവാനെ തടുക്കാൻ നിൽക്കുക. അവിടെയാണ് സർവശക്തൻ ശുക്രം എന്ന പദം ഇവിടെ ആചാര്യന്മാർ ഉപയോഗിക്കുന്നത്. ആ സർവശക്തനായിട്ടുള്ള ഭഗവാൻ ആ കുലയപീഠത്തിന്റെ 2 കൊമ്പുകളും പിടിച്ച് അതുമായിട്ട് യുദ്ധം ചെയ്യുന്നു. യുദ്ധം ചെയ്ത് അതിന്റെ വാല് പിടിച്ച് ചുഴറ്റി ഭഗവാൻ ആ കുലയപീഠത്തെ വലിച്ചെറിഞ്ഞ് കളയാണ്. അപ്പൊ ആചാര്യന്മാര് പറയാണ് ഇതാണ് സർവശക്തൻ, അല്ലേ? ശുക്രം എന്ന് ഇവിടെ നമ്മുടെ ഈശോപനിഷത്തിൽ പറയുന്ന ശുക്രം എന്ന പദത്തിന്റെ അർത്ഥം സർവശക്തനാണ്. അപ്പോൾ ആ സർവശക്തനായിട്ടുള്ള ഭഗവാൻ നമുക്ക് ഈ ജീവാത്മാക്കൾക്ക് അത്തരത്തിലുള്ള ശക്തി ഒരിക്കലും ഉരത്തു നിന്നും എത്ര ജിംനേഷ്യത്തിന് പോയാലും നമ്മൾ കുറച്ച് കട്ടകളിട്ട് ഇങ്ങനെ പൊന്തിക്കാന്നല്ലാണ്ട് പിന്നത്തെ കട്ടകൾ ഇടുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നിമിഷ്ടം മുട്ടും, അല്ലേ? പ്രയാസപ്പെടും. പക്ഷെ ഭഗവാൻ അങ്ങനത്തെ ഉണ്ടോ? ഇത്രയും വലിയ ആനകളെയും മല്ല യുദ്ധത്തിൽ ഉള്ള ആളുകളെയും തോൽപ്പിച്ച് അവസാനം തൻ്റെ കുലത്തെ നശിപ്പിക്കാൻ തൻ്റെ അമ്മയെ ഇത്രമാത്രം പീഡിപ്പിച്ച, അല്ലേ? സ്വന്തം സഹോദരൻ അമ്മാവനാണ്, പക്ഷെ തൻ്റെ അമ്മയെയും അച്ഛനായ വസുദേവരെയും ഇത്രമാത്രം ദ്രോഹിച്ച ആ കംസനെ ഭഗവാൻ വന്ന് ആ കംസന്റെ വധം അല്ലേ? അപ്പൊ ആ സർവശക്തൻ എന്നുള്ള പദപ്രയോഗം ഭഗവാൻ ഇവിടെ ആചാര്യന്മാര് വളരെ വ്യക്തതയോടുകൂടി അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകൾ തന്നെയാണ്, അല്ലേ? ഇവിടെ ക്ഷേത്രത്തിൽ പോവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ക്ഷേത്രങ്ങളിൽ പോവാത്ത ആളുകൾ ആരുമില്ല, എല്ലാവരും പോകുന്നു. ആ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഇരിക്കുന്ന പൂജാ വിഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്? നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുണ്ടല്ലോ പോയിട്ട്, ആ പോയി പുഷ്പാഞ്ജലിയും കഴിച്ച് പുഷ്പാഞ്ജലിയുടെ കടലാസ് ഭഗവാന്റെ ആ തൃപ്പടിയിൽ വെക്കാൻ പറയും, അല്ലേ? ആ തൃപ്പടിയിൽ വെച്ച് വീണ്ടും നമ്മൾ തൊഴും. പക്ഷെ അവിടെ ഇരിക്കുന്നത് ആരാണ്? സാക്ഷാൽ ആരാണ്? യഥാർത്ഥ ഭഗവാൻ തന്നെയാണത്, അല്ലേ? അല്ലാണ്ട് പകരം വേറൊരാൾക്ക് വന്നിരിക്കാൻ പറ്റുമോ? ഭഗവാന് പകരം വേറൊരാൾക്ക് കുറച്ചു നേരം നിൽക്കാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അവന്റെ കയ്യും കാലും കളയ്ക്കും. അതേസമയം ഭഗവാൻ ഓരോ തിരുവൻപാടി അമ്പലത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും എവിടെയുള്ള ക്ഷേത്രങ്ങളിലാണോ ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, ആ പ്രതിഷ്ഠാ വിഗ്രഹങ്ങളെല്ലാം ആചാര്യന്മാർ പറയുന്നത് സാക്ഷാൽ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പൊ ഭഗവാൻ എവിടെയാണ്? സർവശക്തി ഭഗവാന്റെ കാണിച്ചു തരാം ആചാര്യന്മാര്. ആ പൂർണ്ണ വിഗ്രഹങ്ങളെ, ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന വിഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായുള്ള ദൃഢമായിട്ടുള്ള മനസ്സോടുകൂടി മനോഭാവത്തോടുകൂടി പൂർണ്ണ ശരണാഗതി പ്രാപിച്ച് ഭഗവാനെ നമിക്കുക, ഭഗവാനെ ആരാധിക്കുക എന്നാണ് ഭഗവാന്റെ ഭക്തി നമുക്ക് ലഭിക്കാൻ വേണ്ട ഒരു കാര്യം എന്നാണ് ആചാര്യന്മാര് പറഞ്ഞു തരുന്നത്. അപ്പോ ആ പൂജാ വിഗ്രഹങ്ങളെ നിരന്തരം നമ്മൾ ആരാധിച്ചാൽ പൂജിച്ചാൽ എന്തുണ്ടാവും? നിരന്തരം എല്ലാ ദിവസവും ഗുരുവായൂർ നമുക്ക് പോകാൻ പറ്റുമോ? മാസത്തിൽ ഒരിക്കലാണ് ഓരോരുത്തർ പോവാ, ചിലവർ അവരെ സമയത്തിനനുസരിച്ച് പോകും. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഭഗവാനെ നമ്മുടെ വീട്ടിൽ പൂജിച്ചാൽ എന്തുണ്ടാവും? എന്തുണ്ടാവുക? എല്ലാ ദിവസവും നമ്മൾ ഭഗവാനെ പൂജിക്കുന്നു വീട്ടിൽ, എന്തുണ്ടാവും? ഭഗവാനായിട്ട് ബന്ധമുണ്ടാവും. ആ ഭഗവാന് നമ്മൾ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്നതിനേക്കാൾ മുമ്പ്, അതാണ് ഞാൻ പറഞ്ഞ, എത്രയോ വർഷങ്ങൾ നമ്മൾ ആചരിച്ചു വരുന്ന ഇല്ലേ കേട്ടുവരുന്ന ഭഗവാന് നമുക്ക് ഇഷ്ടപ്പെട്ട മുന്തിരി, ആപ്പിൾ, മാമ്പഴം തുടങ്ങി വരുന്ന സാധനങ്ങളും നമ്മുടെ വീട്ടിൽ നമ്മൾ പാചകം ചെയ്യുന്ന ആഹാര പദാർത്ഥങ്ങളും നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇതിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ്
അതിനേക്കാൾ വരുന്നതിന് മുമ്പ് നമ്മൾ ആ കയ്യിലെടുത്ത് കുറച്ച് ഇതിലൊഴിച്ചിട്ട് ഇതിങ്ങനെ നോക്കും. ടേസ്റ്റ് ഇല്ലേ, ഉപ്പുണ്ടോ, പൊടിയുണ്ടോ, മധുരമുണ്ടോ, കയ്പുണ്ടോ എന്ന് നോക്കി നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കും. അന്ന് ഭഗവാന് നമ്മൾ കൊടുത്തിരുന്നോ? നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം എന്താ? നമുക്കറിവില്ലായിരുന്നു അന്ന് കൊടുക്കാൻ. ഇപ്പോൾ നമുക്ക് അറിവുണ്ട്. എങ്ങനെ അറിവ് കിട്ടിയത്? ഈ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ കിട്ടി. ഗുരു പരമ്പര. അവര് പറഞ്ഞു, ശ്രീയുടെ പ്രഭുമാതരും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിയത് എന്താണ്? നമ്മൾക്ക് ഈ അരിയും ഭക്ഷണ പദാർത്ഥങ്ങളും പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും ശ്വസിക്കുന്ന വായുവും നമ്മൾ കുളിക്കുന്ന വെള്ളവും കുടിക്കുന്ന വെള്ളവും എല്ലാം നമുക്ക് തരുന്നത് ഈശ്വരനാണ്, അല്ലേ? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനങ്ങളുടെയും ഉൽപാദകൻ ഭഗവാനാണ്. അപ്പോ അത് ഉൽപ്പാദിപ്പിച്ച് നമ്മൾ പാചകം ചെയ്തുണ്ടാക്കുന്ന ഏതു തരത്തിലുള്ള സാധനങ്ങളായാലും നമ്മൾ ഭക്ഷിക്കുന്നതിനേക്കാൾ മുമ്പ് അത് ഭഗവാന് വളരെ സന്തോഷത്തോടു കൂടി ഹൃദയത്തിൽ ഭഗവാനെ പൂജിക്കുന്ന നമ്മൾ ഓരോരുത്തരും വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനെ പുതിയ ഒരു തളികയിൽ, പുതിയൊരു പാത്രത്തിൽ ഒരു തുളസി കതിരോ തുളസി ഇതളോ ഇട്ട് ഭഗവാന്റെ ആ അർച്ചനാ വിഗ്രഹത്തിൽ കൊണ്ടുപോയി നമ്മൾ വെക്കുന്ന സമ്പ്രദായം നമ്മൾ എവിടെ നിന്ന് പഠിച്ചത്? ഈ ഹരേ കൃഷ്ണ ഇസ്കോൺ പ്രസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ. എത്ര പേര് ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ക്രമാനുഗതമായി, അല്ലേ? നാളെ തന്നെ സ്വിച്ചിട്ട പോലെ വെള്ളം നിൽക്കുന്നത് പോലെ, ഈ ഫാൻ കറങ്ങുന്നത് പോലെ ഇതിൽ വന്നു. വീട്ടിൽ ഭർത്താവ് ഇറച്ചി കഴിക്കും, നമ്മൾ കഴിക്കില്ല. ഇല്ലെങ്കിൽ മക്കൾ ഇറച്ചി കഴിക്കും, നമ്മൾ കഴിക്കില്ല. അപ്പൊ അവിടെ നിവേദിക്കാൻ പറ്റുമോ പ്രഭു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവേദിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം ഡൈവോഴ്സ് നോട്ടീസ് വരാം. അപ്പൊ അതൊക്കെ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ കുടുംബാന്തരീക്ഷത്തിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണെങ്കിലും ക്രമാനുഗതമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് നിരന്തരം ഭഗവാന് കൊടുത്ത് നമ്മൾ കഴിക്കുന്നതോടുകൂടി ഭഗവാനും ശ്രീമതി രാധാറാണിയും തുടങ്ങിയുള്ള ഭഗവാന്റെ പരമമായിട്ടുള്ള ഭക്തന്മാർ കഴിച്ചിട്ട് അതിൻ്റെ ഉച്ഛിഷ്ടം കഴിക്കാനുള്ള ഭാഗ്യം ഓരോ ഭക്തന്മാർക്കും ലഭിക്കുന്നതോടുകൂടി വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുൻജന്മത്തിൽ നമ്മൾക്ക് അനുഭവപ്പെട്ടുള്ള ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം ക്രമാനുഗതമായി പതുക്കെ 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 അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടായി കുറഞ്ഞു വരുന്ന അനുഭവം നമുക്ക്, ഇല്ലേ? ഇതാണ് ഈ ഭക്തിയുത സേവനം. ഭക്തിയുത സേവനം എന്ന് പറയുന്നത് ഭഗവാനുമായി കൂടുതൽ ഗാഢമായ അഗാധമായ ബന്ധം സ്ഥാപിക്കാനുള്ളതാണ്, അല്ലേ? ഭഗവാനെ ആകർഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികളെ പോകില്ല. അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുട്ടി കോളേജിന്റെ വാതിൽ തുറന്ന് 4 മണിക്ക് കോളേജ് വിട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിന് ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ എന്ത് ചെയ്യും? ആ കുട്ടിയെ ആകർഷിക്കാൻ വേണ്ടി അവന്റെ രൂപത്തിലും ധരിക്കുന്ന വസ്ത്രങ്ങളിലും നിരന്തരമായ മാറ്റം വരുത്തും, ഇല്ലേ? മാറ്റം വരുത്തില്ലേ? മാറ്റം വരുത്തും. അതെന്തിനാ മാറ്റം വരുത്തുന്നത്? ഇംപ്രസ് ചെയ്യിക്കാൻ. ആ കുട്ടിക്ക് തൻ്റെ കാണുമ്പോൾ അവൾക്ക് തന്നോട് ഒരു വലിയ ഒരു സ്നേഹം വേണം, അല്ലേ? ആ സ്നേഹം തോന്നണം. ആ സ്നേഹം തോന്നാൻ വേണ്ടി കുളിക്കാത്ത ചെറുപ്പക്കാരൻ 3 നേരം കുളി തുടങ്ങി. പൗഡർ ഇടാത്ത ചെറുപ്പക്കാരൻ പൗഡർ ഇട്ട് തുടങ്ങി. പുതിയ ഷർട്ടുകൾ ഇട്ടു. അവൻ മറ്റേ എന്തെന്ന് പറയാ പെർഫ്യൂമൊക്കെ അടിക്കാൻ തുടങ്ങി. അവന്റെ മുടി ഹെയർ സ്റ്റൈൽ മാറ്റി. ഇതൊക്കെ അവന് മാറ്റം വരുന്നത് എങ്ങനെയാ? അത് ഭൗതികമായ പ്രേമം ആ കുട്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് ശാശ്വതമാണോ? ശാശ്വതമല്ല. തത്സമയം ആ സ്ഥാനത്ത് നമ്മൾ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ നിർത്തി ആ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ടുള്ള കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതോടുകൂടി എന്തുണ്ടാവും? ആ ഭഗവാനെ നേരത്തെ കുളിച്ച് ഭഗവാന് പുഷ്പങ്ങൾ വെച്ച് ഭഗവാന് കഴിക്കാൻ എന്താണെങ്കിലും കൊടുത്ത് ഭഗവാന്റെ കണ്ണിൽ ഈച്ച വന്നിരിക്കുന്നുണ്ടോ അത് തട്ടിക്കളഞ്ഞ് അതിനുവേണ്ടി പ്രത്യേക തുണിയെടുത്ത് അത് ഭഗവാന്റെ രൂപം ആ അർച്ചനാ വിഗ്രഹം തുടച്ച് വൃത്തിയാക്കി അങ്ങനെ ഭഗവാനുമായി നിരന്തരം സമ്പർക്കത്തിൽ ഇടപെടുന്ന ഒരു ജീവാത്മാവിനെ ഭഗവാൻ കൈവിടോ? ഭഗവാൻ കൈവിടോ?
മറ്റേ ഭൗതിക ജീവിതത്തിലെ പെൺകുട്ടി അപ്പുറത്ത് ഇവനേക്കാളും കാണാൻ സുന്ദരനായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ അവള് കൈവിടോ? അവള് കൈവിടും. അപ്പൊ നമുക്ക് ഇവിടെ ആരെയാണ് ശാശ്വതമായി നമുക്ക് ആരാധിക്കേണ്ടത്? കൃഷ്ണ. അതാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ദ ഗോഡ് ഹെഡ് കൃഷ്ണ എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റ് ഭൗതികമായ അതിൻ്റെ കൂടെ നമ്മൾ പോകരുത് എന്നാണ് ഇവിടെ ആചാര്യന്മാർ പറയുന്നത്. ആചാര്യന്മാർ പറയുന്നത്, വൈഷ്ണവ ആചാര്യന്മാർ പ്രത്യേകിച്ച് പറയുന്നത് എന്തുകൊണ്ടാണത്? നമ്മുടെ ശ്രദ്ധയും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും എല്ലാം ആചാര്യന്മാർ പറയുന്നു എല്ലാം ഭഗവാൻ അർപ്പിക്കുക. സർവ്വതും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പൊ ആ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഭഗവാനെ. ഇനിയിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഗീതാമാതാജിയുടെ ഹസ്ബൻഡ് മെഡിക്കൽ കോളേജിൽ വലിയൊരു ഓപ്പറേഷനാണ്. ആ സമയത്ത് മാതാജി വിളിക്കാണ്, പ്രഭു ആ ഓപ്പറേഷൻ വളരെ നിസ്സാരമായിട്ടൊന്ന് ചെയ്യാൻ, അധികം വേദനകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് ചെയ്യാൻ, എൻ്റെ ആ ഭർത്താവിനൊന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ഭഗവാനെ ഒന്ന് പൂജിച്ചോളൂ, ജപിച്ചോളൂ എന്ന് പറഞ്ഞു. നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഭഗവാന്റെ പൂജാമുറിയിൽ കയറി മോഹൻദാസ് ഇത്ര വയസ്സ് ഇത്ര നക്ഷത്രം ഇന്നതാണ് കാര്യം എന്ന് പറഞ്ഞ് ആരതി ചെയ്യുന്നതോടുകൂടി ഭഗവാനെ ആ കാര്യം അർപ്പിക്കുകയാണ്. ആ അർപ്പിക്കുന്നതോടുകൂടി എന്തുണ്ടായി? മാതാജി അല്ലേ ഇവിടെ ഇരിക്കുന്നത്, ഗീതാ മാതാജി അല്ലേ ഇരിക്കുന്നത്, അവരുടെ ഹസ്ബൻഡിന് വളരെ സുഖകരമായിട്ടുള്ള രീതിയിലുള്ള വലിയ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ആള് സുഖമായിരിക്കും ഇല്ലേ? ചോദിക്കൂ, ധൈര്യം. ഞാൻ പോയി കണ്ടു അവരുടെ വീട്ടിൽ ഹസ്ബൻഡിനെ. അതാണ് ഭഗവാൻ സർവശക്തൻ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ആ ഭഗവാനുമായിട്ടുള്ള ആ അടുത്ത പ്രേമം, ആ ബന്ധം അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആരെങ്കിലും കൈയൊഴിയോ? ഭഗവാൻ കൈയൊഴിയില്ല. അടുത്ത ബന്ധം ഉണ്ടാവണം. ആ ബന്ധത്തിൽ വേറെ ഒന്നും മായങ്ങളും കലർപ്പും കാര്യങ്ങളൊന്നും കൂട്ടിച്ചേർത്ത് ബന്ധം ഇതാക്കരുത്. എനിക്ക് ഇന്നത് തന്നാൽ നിനക്ക് ഞാൻ 1 ലിറ്റർ നെയ്യ് വെക്കാം. അതല്ല, ഇപ്പൊ മാതാജി 1 ലിറ്റർ നെയ്യ് കൊടുത്തു. ആ 1 ലിറ്റർ നെയ്യ് കൊടുക്കുന്നത് എന്തിനാണ്? കത്തിക്കാൻ ഭഗവാന് അല്ലേ? അപ്പൊ അത് സമർപ്പിക്കാണ് അല്ലേ? അപ്പൊ അത് ഉണ്ടാവണം എന്നാണ് ആചാര്യന്മാര് പറഞ്ഞു വരുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് ഭഗവാന് പരമം പവിത്രം അല്ലേ? എന്താണ് പരമം പവിത്രം എന്ന് പറയുന്നത്? സൂര്യദേവൻ കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? പഠിച്ചു വെച്ചിട്ടില്ല. സൂര്യൻ ഉദിച്ചു വരുന്നതോടുകൂടി എല്ലാ ഭാഗത്തും ആ സൂര്യന്റെ എന്ത് പതിക്കും? എല്ലാ സ്ഥലത്തും. അത് വളരെ മോശമായ സ്ഥലം ഉണ്ടാവും, മോശമല്ലാത്ത സ്ഥലം ഉണ്ടാവും, വളരെ നല്ല മണങ്ങളുള്ള മണമില്ലാത്ത സ്ഥലങ്ങളെല്ലാം സൂര്യൻ അതിൻ്റെ കിരണങ്ങൾ കൊണ്ട് അതിനെല്ലാം ഒപ്പിയെടുത്തു പോകും അല്ലേ? ഇല്ലേ? അപ്പൊ ആ സൂര്യനോട് ഭഗവാന് ഉപമിക്കുന്നുണ്ട്. എന്താണ്? വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ തൻ്റെ അണുനാശക ശക്തിയാൽ സൂര്യൻ നിന്ദ്യമായ വസ്തുക്കളെ പരിശുദ്ധമാക്കുന്നു അല്ലേ? അപ്പൊ ഭഗവാന്റെ ആ അദമ്യമായിട്ടുള്ള കരുണ, ദീനാനുകമ്പ, ഇതിൽ പറയുന്ന ആചാര്യന്മാർ ഭഗവാന്റെ രൂപത്തെ കുറ്റം പറയുന്ന ആളായിരുന്നു ആര്? ശിശുപാലൻ. ഭഗവാൻ എത്ര കളിയാക്കുന്നു അല്ലേ? അങ്ങനത്തെ എത്രയോ ശിശുപാലന്മാര് നമ്മുടെ ഈ കലിയുഗ കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ ഞാനും സുശാന്ത് പ്രഭുവും ഞങ്ങള് കുട്ടിക്കാലത്തൊട്ടുള്ള സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന്റെ കടയിൽ ഞാൻ ഇന്ന് നാമം ജപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെയും അന്യം അറിയുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞത്, അന്ധവിശ്വാസം പാടില്ല കേട്ടോ, ഏത് നാമം ജപിക്കുമ്പോ അദ്ദേഹം പറയണത് അന്ധവിശ്വാസം അവരത് ഇതെന്തത് കൈമ എന്ത് പറ്റി എന്ന് ആള് ഇങ്ങനെ ചോദിക്കണമെന്ന്. അപ്പോ ആള് അങ്ങനെ ചോദിക്കാൻ കാരണം ആൾക്ക് ഈ അറിവ് കിട്ടിയിട്ടില്ലേ? ഇവിടുന്ന് ഈ അറിവ് കിട്ടണ്ടേ? അപ്പൊ ഈ അറിവ് പകർന്ന് ലഭിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? മുൻജന്മ സുഹൃത്ത് ഉണ്ടാവണം, എന്നാലേ കിട്ടുള്ളൂ. കാരണം എന്താ? എത്രയോ ആളുകൾ യാതനകളും വേദനകളും കൊടും ദുരിതങ്ങളും ഇതെല്ലാം എങ്ങനെ ഉണ്ടാവുന്നു? എവിടെ നിന്ന് ഞാൻ വന്നു? ഇനി ഞാൻ എവിടേക്കാണ് തിരിച്ചു പോകേണ്ടത്? എവിടേക്കാണ് ഞാൻ തിരിച്ചു പോകുന്നത്? ആ സ്ഥലത്തെ കുറിച്ച് ആർക്കെനിക്കറിയോ? ഇവിടെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, നിങ്ങൾ വന്ന സ്ഥലം ഭഗവാന്റെ അടുത്ത് നിന്നാണ്. ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഓർമ്മ പിശക്കുണ്ടായി, നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടാണ്
നിങ്ങൾ ഓരോരുത്തരും ഈ ഭൗതിക ലോകത്ത് വന്ന് പിറന്നത്. ഈ ഭൗതിക ലോകത്ത് വന്ന് പിറക്കുമ്പോൾ ഭഗവാനുമായിട്ടുള്ള ഒരു കോൺട്രാക്ട്, ഒരു 500 രൂപ മുദ്രപത്രത്തിൽ നമ്മൾ എഴുതി തയ്യാറാക്കി. ഞാൻ അവിടെ പോയിട്ട് ഭഗവാനെ സേവിച്ചോളാം, ഭഗവാനെ മാലയിട്ടോളാം, ഭഗവാനെ നെയ്ത്തിരി വിളക്ക് കത്തിച്ചോളാം എല്ലാം പറഞ്ഞ് ആ എഗ്രിമെൻറ്റും പാസ്സാക്കി ഭഗവാനും ഒപ്പിട്ടു, നമ്മൾ ഒപ്പിട്ടു. ഇവിടെ എത്തിയ വഴിക്ക് ആ എഗ്രിമെൻറ്റിനെ ചുരുട്ടി മടക്കി ഒടിച്ച് അതിനെ വൃത്തികേടാക്കി ഖാനയിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? തിരിച്ച് ഭഗവാന് വിരുദ്ധമായ കാര്യങ്ങൾ, ഭഗവാന്റെ വിളക്ക് കത്തിക്കാനോ ഭഗവാൻ ഒരു പുഷ്പം വയ്ക്കാനോ ഒരു വെള്ളം കൊടുക്കാനോ ഒന്നിനും ആർക്കും എന്തില്ല. കലിയുഗത്തിൽ ആളുകൾ പറയുന്നത്, നമ്മൾ ബന്ധപ്പെടുമ്പോൾ ആളുകൾ പറയുന്നത് എന്തിനപ്പം അതൊക്കെ ചെയ്യുന്നത്? കലിയുഗം കയറി 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 വരുമ്പോൾ അവശേഷിക്കുന്ന ഭക്തന്മാരുടെ ഇടയിൽ പോലുള്ള ഭക്തി അതിനെയും കൂടി എന്തു ചെയ്യും? തേച്ച് മാച്ച് കളയും. എല്ലാ സ്ഥലത്തും മാംസം കരിയുന്നതിൻ്റെയും അല്ലെങ്കിൽ അധമമായ പ്രവൃത്തികളുടെയും എല്ലാം ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുക കലിയുഗത്തിൽ. അപ്പം ഈ കലിയുഗത്തിൽ ആളുകൾ ഇതിൽ പറയുന്നത്, ഈ ഈശോപനിഷത്തിൽ വളരെ വ്യക്തതയോടുകൂടി പറയുന്നു, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ആർക്കിത് ആദ്യം ഉപദേശിച്ചു കൊടുത്തു? സൂര്യദേവന്. ആ സൂര്യദേവന് ഈ ഗീത ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് അർജുനന് ഉപദേശിച്ചു കൊടുത്തു, ഇല്ലേ? അപ്പൊ 5000 വർഷത്തെ കാലങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ അച്ഛൻ്റെ പേര് നമുക്കറിയാം. അച്ഛൻ്റെ പേരറിയോ? അറിയില്ല. ആ അച്ഛൻ്റെ പേരറിയോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ലക്ഷോപലക്ഷം വരുമ്പോ ഈ ആയിരക്കണക്കിന് അച്ഛന്മാരുണ്ട് നമുക്ക്, അല്ലേ? ഇല്ലേ? നമ്മുടെ മുത്തച്ഛൻ അങ്ങനെ പോകുമ്പോ അപ്പോ എത്രയോ, അതാണ് അനാദി കാലം മുതൽ ആരുണ്ട് ഇവിടെ? ഭഗവാനുണ്ട്. നമ്മുടെ മുത്തച്ഛന്മാര് ആ അനാദി കാലം തൊട്ട് അവരെല്ലാം ഭൗതിക ആളുകളായതുകൊണ്ട് ഭൗതിക രൂപത്തിലുള്ള പഞ്ചഭൂത നിർമ്മിതങ്ങളായിട്ടുള്ള ശരീരങ്ങളെ എടുത്ത് ഈ പ്രപഞ്ചത്തിൽ ഭൗതിക ലോകത്തിൽ അവർ പിറന്നു. അത് കഴിഞ്ഞ് അവർ ജനിച്ചു, അവർ വളർന്നു, അവർ നാശം സംഭവിച്ചു, അവസാനം കാലയവനികളിലേക്ക് മറന്നുപോയി, അവര് പോയി. ഭഗവാനോ കാലയവനികളിലേക്ക് പോയോ? ഇവിടെയാണ് ഭഗവാന്റെ പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന ബ്രഹ്മാവ് ബ്രഹ്മസംഹിതയിൽ ഭഗവാനെ എഴുതി പ്രകീർത്തിച്ചത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം എവിടെ ഇരുന്നിട്ട് ഇതെല്ലാം കേൾക്കുന്നത്? പരിഷത്ത് ഗംഗാതീരത്ത് വെച്ച് ആരുടെ കയ്യിൽ നിന്നാണ് കേൾക്കുന്നത്? ശുകദേവ് ഗോസ്വാമി ബ്രഹ്മർഷി എന്ന് പറയുന്ന ആ ശുഗത്തിന്റെ മുഖത്തോട് കൂടിയിട്ടുള്ള ആളിൽ നിന്നും. ആരുടെ മകനാണ്? വ്യാസദേവ മഹർഷിയുടെ മകനായിട്ടുള്ള ശുകദേവ് ഗോസ്വാമി ബ്രഹ്മർഷിയിൽ നിന്ന് ഈ പരിഷത്ത് ഈ ഭഗവാന്റെ ലീലകളെ കുറിച്ച്, വിവിധ തരത്തിലുള്ള ലീലകളെ കുറിച്ച് കഥ കേൾക്കുന്നതോടുകൂടി എന്താണ് ഉണ്ടാവുന്നത്? പരിഷത്തിന് മോക്ഷം ലഭിക്കും. അപ്പോൾ ഭഗവാന് മാത്രമേ തൻ്റെ ആ ശ്രീകൃഷ്ണ രൂപത്തിൽ നിന്നും വിവിധങ്ങളായിട്ടുള്ള ആചാര്യന്മാർ ഇതിൽ പറയുന്നു. ഏത് രൂപം? ബലരാമൻ, ശ്രീരാമൻ, നരസിംഹാവതാരം, വരാഹാവതാരം, അങ്ങനെ തുടങ്ങിയുള്ള അവതാരങ്ങളെല്ലാം ആർക്ക് എടുക്കാൻ പറ്റുള്ളൂ? കൃഷ്ണ ഭഗവാനെ മാത്രം എടുക്കാൻ പറ്റില്ല. ജീവാത്മാക്കൾക്ക് എടുക്കാൻ പറ്റുമോ? നമുക്ക് എടുക്കാൻ പറ്റും, വരാഹാവാൻ പറ്റില്ല. നമുക്ക് വരാഹത്തിന്റെ രൂപത്തിൽ ഏതെങ്കിലും നാടകത്തിൽ അഭിനയിക്കാന്നല്ലാണ്ട് ആ രൂപം യാഥാർത്ഥ്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് ഭഗവാന് തന്നെ പറ്റില്ല. അതുകൊണ്ടാണ് തൻ്റെ പരമമായ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദ് എന്ന് പറയുന്ന ആ കൊച്ചു ബാലനെ തൻ്റെ അച്ഛനായിട്ടുള്ള ദിവ്യമായ തപസ്സുകൾ അനുഷ്ഠിച്ച് ഘോരമായ കഠിനമായ തപോവനത്തിലൂടെ, തപോ ചിന്തയിലൂടെ, അല്ലെങ്കിൽ ആ ശിക്ഷണത്തിലൂടെ തപസ്സനുഷ്ഠിച്ച്, ഘോരമായ തപസ്സനുഷ്ഠിച്ച്, ഘോരമായിട്ടുള്ള തപസ്സിന്റെ പ്രതിഫലമായി ഈ ആരോട് ചോദിക്കുകയാണ്? ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, അല്ലേ? ബ്രഹ്മാവ് വരം കൊടുത്തു. അപ്പൊ ഈ വരം നമ്മൾ കഠിനമായിട്ട് തപസ്സനുഷ്ഠിച്ച് വരം ലഭിച്ചു കഴിഞ്ഞാൽ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണ്ടേ? നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ പകരം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു?
ഈ ആൾക്ക് വരം കൊടുത്ത ബ്രഹ്മാവിനെ വരെ സൃഷ്ടിച്ച, അതുകൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരം. ആ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ നേരെയാണ് പിന്നെ തിരിയുന്നത്. ഇതേ നാരായണനോ നിന്റെ എന്ന് ചോദിച്ച് ഹിരണ്യകശിപു എന്ന് പറയുന്ന അസുരൻ എല്ലാം അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്താക്കി മാറ്റി? വളരെ ഘോരമായ കഠിനമായ ദുഷ്പ്രവൃത്തിയാക്കി മാറ്റി. സ്വന്തം മകനെ പോലും എന്തെല്ലാം, ഇപ്പൊ നമ്മൾ ആ സിനിമ കണ്ടുകൂടെ എല്ലാവരും പോയിട്ടില്ലേ, അതിലെല്ലാം സ്വന്തം മകനെ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കാൻ വിടുന്നു, വിഷം കൊടുക്കുന്നു, ഘോരമായിട്ടുള്ള കുന്നിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടാൻ നോക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ പിഞ്ചുബാലനായിട്ടുള്ള എന്ത് ചെയ്യുന്നു കുട്ടി ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ ഭർത്താവ് അടിക്കാൻ വരുമ്പോ ഓം നമോ ഭഗവതേ വാസുദേവായ ഇങ്ങനെ ആരെങ്കിലും ഇരിക്കുമോ? നമ്മൾ പേടിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് ഓടും. പക്ഷെ ഇങ്ങനെ ഇരിക്കാൻ ആ കഴിവും ഇല്ലെങ്കിൽ അങ്ങനെ ഇരുന്നതും ഈ പ്രപഞ്ചത്തിൽ ഈ പ്രഹ്ലാദ് മാത്രമേ. പ്രഹ്ലാദ് അത്ര ദൃഢമായ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം ആരോട്? ഭഗവാൻ. അതുകൊണ്ടാണ് നരസിംഹമൂർത്തിയുടെ സ്വരൂപം ആണ്. ആ നരസിംഹമൂർത്തി പകുതി മനുഷ്യരും പകുതി മൃഗവുമായിട്ടുള്ള സ്വരൂപം കൈവരിച്ചിട്ട് സാക്ഷാൽ ലക്ഷ്മി ദേവി പോലും പേടിച്ച് വരച്ചു എന്ന് പറഞ്ഞത്. ലക്ഷ്മി ദേവിയുടെ അടുത്തേക്ക് ദേവന്മാരും ദേവിമാരും മറ്റും ചെന്ന് പറഞ്ഞു, അല്ലയോ ഭഗവതി, നോക്കൂ, നിങ്ങളുടെ പ്രിയതമൻ, നിങ്ങളുടെ പതി ഉഗ്രസ്വരൂപമായിട്ടുള്ളൊരു രൂപം കൈവരിച്ചിരിക്കുന്നു, ചെന്ന് പറയൂ ഒന്ന് ശാന്തനാവാൻ. അപ്പൊ ലക്ഷ്മി പറയാണ്, ഞാൻ ചെന്ന് പറയും, ഈ രൂപം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ദർശിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പറ്റില്ല, കാരണം എനിക്ക് കഴിയില്ല. അപ്പം മൊത്തം നാരദരും വലിയ വലിയ മുനിമാരും സന്യാസിമാരും അവരെല്ലാം ദേവലോകത്തുള്ള ആളുകളും ഇന്ദ്രനും ചന്ദ്രനും വരുണനും അഗ്നിയും തുടങ്ങിയുള്ള ദേവന്മാരും ദേവിമാരും മറ്റും ഗന്ധർവന്മാരും അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ വരുന്ന 33 കോടി ലോകത്തെ ആളുകളെല്ലാം വന്നു ഭഗവാന്റെ ആ ദേഷ്യം ഒന്ന് സമാധാനിപ്പിക്കാൻ. പക്ഷെ അവസാനം ആര് വിചാരിച്ചു സമീപിക്കാൻ? പ്രഹ്ലാദ്. ഇവിടെയാണ് ആചാര്യന്മാർ പറയുന്നത്, പ്രഹ്ലാദ് എന്ന് പറയുന്ന ആ കൊച്ചു ബാലകൻ നമുക്ക് കാണിച്ചു തന്ന അചഞ്ചലമായ ദൃഢമായ ഭഗവാനോടുള്ള വിശ്വാസം, പൂർണ്ണമായിട്ടുള്ള ശരണാഗതിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ പൂർണ്ണ ശരണാഗതി എത്രയോ വർഷത്തെ ക്ലാസുകൾ നമ്മൾ വിവിധമായ ആചാര്യന്മാരിൽ നിന്നും പ്രഭുക്കന്മാരിൽ നിന്നും മാതാജിമാരിൽ നിന്നും കേട്ട് നമ്മളിൽ ക്രമാനുഗതമായ മാറ്റം ഉണ്ടായില്ലെങ്കിൽ പിന്നെ കാര്യമുണ്ടോ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് ഇതില് നമ്മൾ ആരൊക്കെ മായാവാദികളോ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ നിരാകാരവാദികളോ അല്ലെങ്കിൽ ഭൗതികവാദികളോ ആര് പറഞ്ഞാലും നമ്മൾ ഇതിന് പോവോ? സാമ്പത്തികമായ ബുദ്ധിമുട്ട്, രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, ഭർത്താവിൽ നിന്നുള്ള ബുദ്ധിമുട്ട്, മക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നലെ ഒരു മാതാജിയായിട്ട് സംസാരിച്ചു. മകൻ പറയാണ് 75 വയസ്സ് കഴിഞ്ഞ മാതാജിയോട്, നിങ്ങൾ ഇനി ജോലിക്ക് പോകാൻ. അപ്പം പറയണം, നിന്നെ ഞാൻ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി ഈ രൂപത്തിലാക്കിയില്ലേ, ഈ രൂപത്തിൽ നിങ്ങളാക്കി, പക്ഷെ നിങ്ങളെ ഈ രൂപത്തിൽ ആക്കാൻ ഞാൻ എന്തെങ്കിലും കോൺട്രാക്ട് ചെയ്യുന്നത് മകൻ അമ്മോട് അല്ലേ? ഇവിടെ പഠിപ്പിക്കുന്ന വൈദിക ഗ്രന്ഥങ്ങൾ, ഭഗവാൻ അടക്കം പറയുന്നത്, ഭഗവത്ഗീതയും പറയുന്നത്, ഭാഗവതവും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെയും അച്ഛനമ്മമാരെയും പ്രായമായിട്ടുള്ള അവരെയെല്ലാം നിങ്ങൾക്ക് നോക്കി നടത്തി ശുശ്രൂഷിച്ച് അവരെ മരണത്തിലേക്ക് എന്നാണോ പോകുന്നത് അതുവരെ നോക്കി നടത്തി തീർക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇന്ന് കലിയുഗത്തിൽ മക്കളൊക്കെ അതിനുള്ള നേരമില്ല. അതുകൊണ്ട് ക്യാഷ് അയച്ച് തോറ്റു. ഇനി 75 വയസ്സായ അമ്മോട് പറയണത് ജോലിക്ക് പോവാൻ. ആ അമ്മ എന്നോട് പറയണത്, മോനെ
75 വയസ്സായി, എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്, 17കാർക്ക് തന്നെ കിട്ടുന്നില്ല, എന്നിട്ട് പിന്നെ 75 വയസ്സുകാർക്ക് ജോലി. അപ്പോൾ ആ ബന്ധങ്ങൾ, അമ്മയെ നോക്കുന്ന കടമ തൻ്റേതാണ്, അച്ഛനെ നോക്കുന്ന കടമ തൻ്റേതാണ്. ആ കർത്തവ്യബോധങ്ങളിൽ നിന്നും ഈ കലിയുഗത്തിൻ്റെ അതിപ്രസരം കാരണം നമ്മുടെ ബുദ്ധിയും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ കർമ്മങ്ങളെല്ലാം വഴിതെറ്റിങ്ങനെ മാറി ഒഴുകി പോകുമ്പോൾ അനാഥരാകുന്ന, ബുദ്ധിമുട്ടുന്ന, സങ്കടപ്പെടുന്ന അച്ഛനമ്മമാർക്ക് അവരെ എന്ത് സങ്കടപ്പെട്ടാലും അവർക്കൊരു അത്താണിയായിട്ട് ദൃഢമായിട്ട് ഭഗവാനെ വിശ്വസിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ദൃഢമായിട്ട് ഭഗവാന്റെ തിരുനാമം നിങ്ങൾ ജപിക്കുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കളെക്കാൾ ഏറ്റവും വലുത് ഞാനാണ്. ഏറ്റവും നല്ല മോൻ, ഏറ്റവും നല്ല മോനുണ്ട്, ഏറ്റവും നല്ല അച്ഛൻ, ഏറ്റവും നല്ല ഭർത്താവ് അത് ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഭജിക്കുക, എന്നെ മാത്രം ഭജിക്കുക. അങ്ങനെ ഭജിക്കുമ്പോൾ നിങ്ങളെ എല്ലാ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും ആഗ്രഹമില്ലായ്മയും ഭൗതികമായി നിങ്ങളെ വേദനിപ്പിക്കുന്ന രോഗങ്ങളും രോഗമില്ലായ്മയും എല്ലാം ഞാൻ തീർത്തുകൊള്ളാം. അതുകൊണ്ടാണ് വൈദിക ശാസ്ത്രങ്ങൾ എന്നെ മാത്രം പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. നരസിംഹ